കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്ലേറ്റ് നിറയെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തയ്യാറാക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫ്രൈ പാനിനകത്തേക്ക് ഓയിൽ ഒഴിച്ച് 2 സവാള പൊടിയായി അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ പേസ്റ്റ് ആക്കിയതും ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്ത് ഉടച്ചെടുക്കുക, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ടത് 2 ബ്രെഡാണ്. അപ്പോൾ ഒരു ബ്രെഡിന് പുറത്തായിട്ട് നമ്മൾ അല്പം കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മറ്റേ ബ്രെഡിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും മിക്സ് എടുത്തിട്ട് എല്ലാ ഭാഗത്തും കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കെച്ചപ്പ് ആക്കിയ ബ്രെഡ് ഇതിന് മുകളിലേക്ക് കവർ ചെയ്ത് കൊടുക്കുക. ഇതിന് ഇഷ്ടമുള്ള അത്രയും കട്ട് ചെയ്യാം കേട്ടോ, 4 ആക്കിയിട്ട് കട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 6 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ബ്രെഡ് വെച്ചിട്ട് നമുക്ക് 6 സ്നാക്കാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതാ ഇതുപോലെ 6 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കോൺഫ്ലോർ മിക്സിലോ അല്ലെങ്കിൽ എഗ്ഗ് മിക്സിലോ ഇത് ഡിപ്പ് ചെയ്യാം. ഞാനിവിടെ കോൺഫ്ലോർ മിക്സാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 2 വശവും മുരിയിച്ചെടുക്കുക, ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. കാണാൻ നല്ല മൊഞ്ചുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്